ഹേ ഗായ്സ്, പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നും മച്ചാനെ നമ്മുടെ 75 ചാലഞ്ച് സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മച്ചാനെ. ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് പിന്നെ നിങ്ങൾ ആ വീഡിയോയിൽ ഫ്രണ്ടിൽ തന്നെ ഒരു മൂണ കണ്ടില്ലേ, ഒരു മൂണിന്റെ വീഡിയോ. അതെന്ന് പറഞ്ഞാൽ മച്ചാനെ ഞാൻ എന്നിട്ട് കാലത്ത് എണീറ്റ് വന്നപ്പോൾ ഇപ്പോൾ 5 മണി ആയിട്ടുള്ളൂ, 5:15 ഇങ്ങനെ ആയിട്ടുള്ളൂ. അപ്പോൾ ഇതിന് മുകളിൽ ഒരു നമ്മുടെ കണ്ടത് ചന്ദ്രനെ കണ്ടോ, ഈ മൂപ്പരനെ ഞാനൊന്ന് ഫോട്ടോ എടുത്ത് നോക്കിയാണ്. അതാണ് ഈ അതൊന്ന് സ്ക്രീൻ റെക്കോർഡിലിട്ട് നമ്മുടെ ഫോണിൽ എങ്ങനെ കിട്ടും നോക്കാൻ വേണ്ടി എടുത്താണ്. പക്ഷെ അടിപൊളിയായിട്ട് സൂപ്പർ മൂൺ മോഡിലിട്ടിട്ട് ഒന്ന് എടുത്ത് നോക്കിയാൽ അടിപൊളിയാണ്. ഈ കാലത്തൊക്കെ തന്നെ ഒരു പൈസ എടുക്കാൻ നോക്കണ്ടാരോ, നമ്മൾക്കാണ് ഇവിടെ ശമ്പളവും മക്കിട്ട് വന്നിട്ടില്ല, നാട്ടിൽ പോയി വന്നതുകൊണ്ടേ. അപ്പൊ നമ്മുടെ സ്റ്റാർട്ട് ചെയ്യാണ്. വീണ്ടും പഴയ സ്ഥലം തന്നെ, വീണ്ടും പഴയ പോലെ തന്നെ നടത്തും. ഡിഫറെന്റ് ഒന്നുമില്ല. എന്താണ് ഇന്നലെ 6:30, ഇന്നലെ വൈകുമ്പോൾ തന്നെ 6:30. അപ്പൊ നമ്മുടെ 2 കൂട്ടുകാരന്മാരും കൂടി ഉണ്ടായിരുന്നു ഇന്നലെ വൈകുന്നേരം. ഇനിയിപ്പോ കുറച്ചു നേരം നടക്കുക, കുറച്ചു നേരം വാമപ്പും കാര്യങ്ങളും ചെയ്യുക, വീണ്ടും നമ്മുടെ പഴയ പോലെ സ്റ്റാർട്ട് ചെയ്യണം. കുറെ ആൾക്കാർ ജോലിക്കൊക്കെ പോകണ്ടായിരുന്നുള്ളൂ, ഞാനിപ്പോൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ പുലർച്ചെയൊക്കെ ഈ സൈറ്റ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ പുറത്ത് പോയില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറെ പേര് ജോലിക്ക് വേണ്ടി പോയില്ലായിരുന്നു. നമ്മുടെ പരിപാടികൾ തുടങ്ങും, നമ്മുടെ നടത്തം. അപ്പോൾ ഞാനിപ്പോൾ വീണ്ടും പറയണം മച്ചാൻ വരെ, കാരണം വെച്ചാൽ നിങ്ങൾ ആരെങ്കിലും തുടങ്ങുന്നുണ്ട് പറഞ്ഞാൽ നമ്മുടെ നടത്തോ അല്ലെങ്കിൽ വാമപ്പോ ഇങ്ങനെ നമ്മളിപ്പോൾ എക്സസൈസ് ഒക്കെ ചെയ്യില്ലേ, ഡെയിലി എക്സസൈസ് ഒക്കെ ചെയ്യില്ലേ, തുടക്കം എപ്പോഴും ചെറിയ രീതിയിൽ തുടങ്ങുക. കാരണം വെച്ചാൽ അതാണ് ഏറ്റവും ബെറ്റർ മച്ചാനെ. കാരണം വെച്ചാൽ എന്താണെന്നറിയോ, നമ്മൾ ടയേർഡായി പോവും, നല്ലപോലെ ടയേർഡാവും, ശരീരമൊക്കെ നല്ലപോലെ വേദനിക്കും. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഞാനത് സ്റ്റാർട്ട് ചെയ്യട്ടെ. അപ്പം മച്ചാനെ, ഇന്നത്തെ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നേരെ റൂമിലേക്ക് പോകാനാണ്. ഇപ്പോൾ സമയം 6:30 നമ്മൾ 5:15 വന്നിട്ടുണ്ടായിരുന്നു. ഒരു മണിക്കൂർ മേലെ. നേരമൊക്കെ വെളുത്തു, പരപരാന്ന് വെളുത്തു. ഇപ്പോൾ ഇത് കണ്ടത് അവിടെ ഒരു സെക്യൂരിറ്റി ചേട്ടനുണ്ടായിരുന്നു, ഇവിടെ ഒരു സുഡാനിയാണ്. അവർ കുറേ നേരം ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. കുറേ നേരം കുറേ നേരമൊക്കെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. അത് പോയി മച്ചാനെ ഭയങ്കര എന്താണെന്ന് വെച്ചാൽ ഈ ഏത് എക്സസൈസും ചെയ്യുമ്പോൾ വളരെ സ്ലോലി പതുക്കെ ചെയ്യാൻ ശ്രമിക്കുക. നേരത്തെ എണീക്കുന്നതുകൊണ്ട് ഗുണമൊക്കെ ഉണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഗുണമുണ്ടോ വെച്ചാൽ നമുക്ക് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ബുക്കാണെങ്കിലും അല്ലെങ്കിൽ വീട്ടിലേക്ക് വിളിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് ഇടപെടാനും നല്ല രീതിയിൽ സമയം സ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ എന്താണ് പിന്നെ എല്ലാവരും പറയുന്ന പോലെ എന്നല്ല, അത് ഉള്ളതാണ്, നാച്ചുറലാണ്. കാരണം എന്താ വെച്ചാൽ നല്ല എനർജി കിട്ടും കേട്ടോ മച്ചാനെ. അതുപോലെ നല്ലതുപോലെ വെള്ളം കുടിക്കുന്നതുകൊണ്ട് 75 ഹാർഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഹാർഡാണെങ്കിലും അത് ചെയ്യുന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ എനിക്കും പറയാനുള്ളതെന്ന് വെച്ചാൽ എല്ലാവരും ചെയ്യണം എന്നാണ്. കാരണം വെച്ചാൽ ചെയ്തതെന്ന് വെച്ചാൽ ഏറ്റവും നല്ലതാണ്. നമുക്ക് നമ്മുടെ എനർജി കുറച്ച് നമുക്ക് ടയേർഡൊക്കെ ആവും. അത് എൻ്റെ ബുദ്ധിമോശമാണ്. കാരണം വെച്ചാൽ ഞാൻ ഒറ്റ ദിവസം തന്നെ കുറച്ച് അധികം ഈ പുഷപ്പും കാര്യങ്ങളൊക്കെ കൂടുതൽ ചെയ്തത് കൊണ്ട് ആണ് ശരീരം വേദന. അത് മാറ്റി നിർത്തിയിട്ടാണ് പറഞ്ഞത് വെച്ചാൽ കുറച്ച് ചെയ്യണമെന്ന് വെച്ചാൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, അടിപൊളിയാണ്. 75 ഹാർഡ്
വെള്ളം നല്ലപോലെ നമ്മൾ അത്യാവശ്യത്തിനും നമ്മൾ സാധാരണ ഒരു 2 ലിറ്ററൊക്കെ കുടിക്കുകയായിരിക്കും, 2 ലിറ്ററൊക്കെ കുടിക്കുകയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ കൂടെ ആകുമ്പോൾ 3 ലിറ്റർ 3.5 to 4 ലിറ്റർ വരയ്ക്ക് നമ്മൾ കുടിക്കാം ഇതിൻ്റെ പേര് പറഞ്ഞു. അപ്പോൾ അടിപൊളിയാണ്. പിന്നെ ഈ കാലത്ത് 5 മണിക്ക് നമ്മൾ എണീക്കുന്നു, എക്സസൈസ് ഇതുപോലെയുള്ള വ്യായാമങ്ങളോ നടക്കാനോ ഓടാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണത് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചതൊക്കെ നല്ല രീതിയിൽ ദഹനശേഷി ഉണ്ടാവും, ദഹനം ഉണ്ടാവും. അതുപോലെ ശരീരത്തിന് നല്ല വിശപ്പും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് ഒന്നും പറയാൻ മറന്നു. ഇവിടെയാണ് നമ്മുടെ ATM കേട്ടോ. പിന്നെ ഞാനിവിടെ നിന്നാണ് വന്നിട്ട് സാലറിക്ക് വരുമ്പോൾ ATM ഇപ്പോൾ ഒന്ന് പൈസ എടുക്കാൻ വേണ്ടത്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ കാര്യം. ഇനി നേരെ റൂമിൽ പോവുക, റൂമിൽ പോയി കുളിക്കുക. പിന്നെ നമുക്ക് റീഡിങ് ഉണ്ടല്ലോ, 5 പേജ് റീഡ് ചെയ്യും. അതുപോലെ അത് കഴിഞ്ഞോണം അത് ഞാൻ പറയാൻ വിട്ടുപോയി. റിച്ച് ഡാഡ് പ്യുവർ ഡാഡ് എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകമില്ലേ മച്ചാനെ, അത് നിങ്ങളിപ്പോൾ 75 ഹാർഡ് എടുത്തില്ലെങ്കിൽ കൂടി ഓൺലൈനിൽ കിട്ടും. അത് കിട്ടുന്നുണ്ട്. പക്ഷേ ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കും കാര്യങ്ങളും ഇട്ട് വയ്ക്കാം. ഞാൻ വാങ്ങിയതേ. അപ്പോൾ ഇത് വായിച്ചു നോക്കിയാൽ മലയാളത്തിൻ്റെ എഡിഷനാണ്. നല്ല അടിപൊളിയാണ്. കാരണം വെച്ചാൽ അത് വായിക്കുന്നത് ഏറ്റവും നല്ലതാണെന്ന് പറയുള്ളൂ. കാരണം വെച്ചാൽ അത് ഇപ്പം ഓഡിയോ ബുക്ക് നമുക്കിപ്പോൾ യൂട്യൂബിലൊക്കെ കിട്ടും. പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ല. ഞാൻ ഓഡിയോ ബുക്ക് നേരത്തെ ഞാൻ കേട്ടിട്ടുള്ളതാണ്. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. റിച്ച് ഡാഡ് പ്യുവർ ഡാഡ് എന്നുള്ള പുസ്തകം നിങ്ങൾ ഓൺലൈനിൽ പുസ്തകമായിട്ട് വാങ്ങിയിട്ട് വായിക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ അത് ഏറ്റവും അടിപൊളിയാണ് കേട്ടോ മച്ചാനെ. കാരണം വെച്ചാൽ നമ്മുടെ ജീവിതം കഴിഞ്ഞതിന് ശേഷം കുറേ ബുക്ക് വായിച്ചു കൊണ്ട് കാര്യമില്ല. ജീവിതം തുടങ്ങുമ്പോൾ തന്നെ വായിച്ചു മനസ്സിലാക്കിയെടുക്കുന്ന കുറേയധികം കാര്യങ്ങളുണ്ട്. എന്താണെന്ന് വെച്ചാൽ റോബർട്ട് കിയോസാക്കി കൊണ്ടുള്ള മച്ചാൻ്റെ ജീവിതാനുഭവങ്ങളാണ്. അപ്പോൾ ആൾ വിജയിപ്പിച്ചെടുത്ത കുറേ കാര്യങ്ങളാണ്. പക്ഷെ നമുക്കതുകൊണ്ട് എന്ത് ഗുണമെന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ അത്ര വലിയ ഗുണമില്ലെങ്കിലും, അത്ര വലിയ ഗുണം എന്ന് വെച്ചാൽ അത്രത്തോളം ആളെത്തിയ ഇടത്തോളം നമുക്ക് എത്താൻ പറ്റിയില്ലെങ്കിൽ കൂടി നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ചേഞ്ച് നമുക്കതിൽ കൊണ്ടുവരാൻ സാധിക്കും. അത് 100% ഉറപ്പ് നമുക്ക് പറയാൻ സാധിക്കും. കാരണം വെച്ചാൽ അതിനുവേണ്ടി പരമാവധി പരിശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കത് വായിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഇൻസ്പിറേഷനൊക്കെ ആവില്ലേ, അതുപോലെയാണ്. അപ്പോൾ ഞാൻ എവിടെയെങ്കിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കും കാര്യങ്ങളിടാം. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് വാങ്ങണമെന്ന് വെച്ചാൽ വാങ്ങിക്കോളട്ടോ വെച്ചാൽ. അപ്പോൾ നല്ല തണുപ്പായത് കൊണ്ടാണ് ഇപ്പോൾ കണ്ട ഇത് വേറെ 2 ഇട്ടത്. ഓക്കെ, പിന്നെ നേരെ നമുക്ക് കണ്ടോ നടന്ന് പോകണം അങ്ങ്. ഇപ്പോൾ നടന്നു പോയി നമ്മൾ റൂമിൽ പോയി ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, അപ്പം മച്ചാന്മാരെ, ഇപ്പോൾ നമ്മുടെ വാമപ്പം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നു. കുളി കഴിഞ്ഞു, ഡ്രസ്സൊക്കെ ഇട്ടു, വർക്കിംഗ് ഡ്രസ്സൊക്കെ ഇട്ടു. ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കുക. കാരണം വെച്ചാൽ കുപ്പൂസാണെന്ന് അതും കഴിക്കുക. നേരെ ഡ്യൂട്ടിക്ക് പോവുക. ഒരു 5 പേജ് ബുക്ക് വായിച്ചതിന് ശേഷം ഡ്യൂട്ടിക്ക് പോവുക. സമയമായി കൊണ്ടിരിക്കണുള്ളൂ, വീട്ടിലേക്ക് വിളിക്കണം. ഓക്കെ, കുപ്പൂസാണ്.